എല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് തംസപ്പ് തരണേ. ഓൾ ഗുഡ്. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ. ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് അഗൈൻ. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഹഗായ് പ്രവാചകന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 അധ്യായമേ ഉള്ളൂ, 2 സെഷനേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ചെയ്ത ഏറ്റവും ഷോർട്ടസ്റ്റ് ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് സന്തോഷമുണ്ട്, കാരണം പെട്ടെന്ന് തീർക്കാൻ പറ്റിയല്ലോ. നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് കടക്കണം എത്രയും പെട്ടെന്ന്. ഹഗായ് പ്രവാചകന്റെ പുസ്തകത്തെ 2-ാമത്തെ അധ്യായത്തിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം, അതിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന്. അതിന്റെ മഹത്വത്തെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദ ഫ്യൂച്ചർ ഗ്ലോറി ഓഫ് ഗോഡ്സ് ഹൗസ്, ദൈവത്തിന്റെ ആലയത്തിന്റെ ഭാവിയിൽ വരുന്ന മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇതിനൊരു മെയിൻ വേഴ്സ് എന്ന് പറയുന്നത് ഹഗായ് 2:19 ഇന്ന് മുതൽ, ഈ ദിവസം മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ ബ്ലെസ് യു. ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്നാണ്. എന്നാൽ ആ അനുഗ്രഹിക്കുന്നതിന്, ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ അതിന്റെ വ്യവസ്ഥകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കി തുടങ്ങി. അതിന്റെ ബാക്കി ഇപ്പോൾ നമ്മൾ നോക്കും. ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം, ദൈവത്തിന്റെ ആലയത്തെ, ദൈവത്തിന്റെ ഭവനത്തെ നമ്മൾ ഗണ്യമാക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും, അതിന്റെ ഭവിഷ്യത്തുകൾ. എന്നാൽ ദൈവത്തിന്റെ ആലയം, അതിന് നമ്മൾ മുൻഗണന കൊടുത്താൽ നമ്മുടെ ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നമ്മൾ നോക്കി. യു ബിൽഡ് ഗോഡ്സ് ഹൗസ്, ഗോഡ് ബിൽഡ്സ് യുവർ ഹൗസ്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത്. അതിന്റെ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു. 4 മെസ്സേജസ് ആണ് ദൈവം ഹഗായ് പ്രവാചകനിലൂടെ ജനത്തിന് കൊടുത്തത്. 4 മെസ്സേജ്. 1-ാമത്തെ മെസ്സേജാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയത്. എന്താണ്? നമ്മുടെ പ്രയോറിറ്റീസിനെ ഒന്ന് റീസെറ്റ് ചെയ്യണം. നമ്മൾ എന്തിനു മുൻഗണന കൊടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വിലയിരുത്തണം. കൺസിഡർ യുവർ വേസ്. നിങ്ങളുടെ വഴികളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റീസെറ്റ് ചെയ്യണം. അതിന് നല്ലൊരു റെസ്പോൺസ് സെരുബാബേലും അതുപോലെ തന്നെ ജനവും അത് നല്ലപോലെ പ്രതികരിച്ചു. പ്രവാചകന്റെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവര് ആലയം പണി വീണ്ടും ആവർത്തിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 3 മെസ്സേജസ് 2-ാമത്തെ അധ്യായത്തിൽ. ഒന്ന്, ദ മെസ്സേജ് ഫോർ എ ഡിസ്കറേജ്ഡ് പീപ്പിൾ. അതാണ് 2-ാമത്തെ മെസ്സേജ്. വളരെ ഡിസ്കറേജ്മെന്റിലൂടെ കടന്നു പോകുന്ന ഒരു ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത്. നമ്മൾ വിശ്വാസികളെല്ലാം നമ്മൾ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകും. ദ ഫേസ് ഓഫ് ഡിസ്കറേജ്മെന്റ്, അല്ലേ? നമ്മളെല്ലാം അതിലൂടെ കടന്നു പോകും. എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് നമുക്ക് തരാനുള്ള വാക്ക്, വളരെ ശക്തമായ വാക്ക്. 2, ദ മെസ്സേജ് ഫോർ എ ഡിഫൈൽഡ് പീപ്പിൾ. അശുദ്ധമായി കിടക്കുന്ന, ഒന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തിന് ദൈവം കൊടുക്കുന്ന സന്ദേശം. 2, അശുദ്ധിയിൽ നടക്കുന്ന ജനത്തിന് ദൈവം കൊടുക്കുന്ന സന്ദേശം. സോ ദർ ഇസ് എ പ്യൂരിഫിക്കേഷൻ നീഡ്. അതാ 3-ാമത്തെ സന്ദേശം. 4-ാമത്തെ സന്ദേശം അവസാനം സെരുബാബേലിന് കൊടുക്കുന്ന ഒരു സന്ദേശം. അങ്ങനെ ഈ 4 സന്ദേശങ്ങളിൽ 3 സന്ദേശങ്ങൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മുടെ പഠനം നമ്മൾ അവസാനിപ്പിക്കും. ഡിസ്കറേജ്ഡ് പീപ്പിൾ. ഇന്ന് വളരെ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ആദ്യത്തെ ദൂത് നിങ്ങൾക്കാ. നിരാശയുടെ അനുഭവം. കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവേ, നിന്റെ വഴികളിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വചനം എന്നാൽ ആവോളം ഞാൻ പാലിക്കുന്നു കർത്താവേ. എന്നാൽ ചുറ്റും നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അതായിരിക്കും ഒരു പക്ഷെങ്കിൽ. അല്ലെ, കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, നീ അങ്ങ് എന്നെ വേലയ്ക്ക് വിളിച്ചു, എത്ര ചെയ്തിട്ടും വേല വർദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ തിരുവല്ലയിൽ ഒരു മിഷണറി ഫാമിലി വന്നു. വെരി ഡിസ്ട്രോട്ട്. അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് എന്താണ്. പിന്നെ അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവര് വടക്കേ ഇന്ത്യയിൽ അനേക നാൾ കർത്താവിന്റെ വേല ചെയ്തപ്പോൾ തനിയായിരുന്നു വേല ചെയ്തത്. വേലയിൽ വർധന ഒന്നും കാണാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ആളുകൾ കുറ്റം പറയാൻ തുടങ്ങി. നാട്ടിലെ ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്തോ അവിടെ കാണിക്കുന്നു. എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിതം തന്നെ ഒരു വലിയ തോൽവിയായി എന്ന് അവർ ചിന്തിച്ചു. നിരാശയുടെ അനുഭവത്തിൽ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ള. ഇപ്പൊ ഏത് മേഖലയിലാണ് നിരാശയെങ്കിലും, ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഇത് നമുക്കുള്ളതാണ്. അപ്പൊ നമുക്ക് വാക്യങ്ങളിലേക്ക് കടക്കാം. ഹഗായ് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 3 വരെ. ഹഗായ് 2:1-3. 7-ാം മാസം 21-ാം തീയതി ഹഗായ് പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഡേറ്റും
മന്തും എല്ലാം വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വേദപുസ്തകം ഒരു ഒരു കെട്ടുകഥയല്ല, ചരിത്ര പുസ്തകം കൂടെയാണ്. നീ യഹൂദ ദേശാധിപതിയായി ഷെയൽതേന്റെ മകനായ സെരുബാബിലിനോടും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ, നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? അപ്പോൾ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തോണം, ഹഗ്ഗായി ആദ്യത്തെ ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചതിന് ശേഷം 66 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ശലോമോന്റെ ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ദേവാലയം. നിങ്ങൾക്കറിയാം, അതിന്റെ വർണ്ണനയൊക്കെ പുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ 66 വർഷം കഴിഞ്ഞപ്പോൾ ഹഗ്ഗായി ഇത് പറയുമ്പോൾ മനസ്സിലാക്കിക്കണം, അന്ന് കുഞ്ഞിലെ ശലോമോന്റെ ദേവാലയം കണ്ടവരുണ്ട്, അവര് ജീവനോടുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുക, ഈ പഴയ ദേവാലയം കണ്ടവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും ശലോമോൻ, അറിയാമല്ലോ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, ഇതുപോലെ ധനവാനായ മനുഷ്യൻ വേറൊരുവൻ ജീവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ധനം ഇഷ്ടം പോലെ, സ്വർണം ഇഷ്ടം പോലെ, വെള്ളി ഇഷ്ടം പോലെ, ജ്ഞാനം, അപ്പോൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഒക്കെ വേറെ ലെവലിലായിരിക്കും. ഇതെല്ലാം ഉള്ള ശലോമോൻ പണിത ആലയം കണ്ടവർ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഓഹ്, ഇതൊട്ടും പോരാ. ഒന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് വെക്കാവുന്ന ഒരു പുസ്തകമാണ്. അതേ സംഭവങ്ങളാണ് നടന്നത്. എസ്രാ പ്രവാചകന്റെ പുസ്തകം 3:12 ഇപ്രകാരം പറയുന്നത്, എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. ഒന്ന് ഓർത്ത് നോക്കിയ, അടിസ്ഥാനം ഇട്ടിട്ട് കരയുന്നതല്ലോ, ഒന്ന് ഓർത്ത് നോക്കി. അടിസ്ഥാനം ഇട്ടിട്ട് കരയുക. അതിന്റെ കാരണം എന്നാ? അയ്യോ, ഇത് ഇത്രയേ ഉള്ളോ എന്നുള്ള ചിന്ത. ചിലപ്പോൾ ചില കൂട്ടായ്മകളിൽ പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ വന്നിട്ട് ഇതേ അനുഭവം എന്താ പറയുന്നത് അറിയോ? ഞങ്ങളുടെ കാലത്ത് എന്തായിരുന്നു, ഉണർവിന്റെ കാറ്റയച്ച സ്ഥലമാണ്. അവർ കരയും, അവർക്ക് സങ്കടമാണ്. എന്താ കർത്താവേ ഇങ്ങനെ ആയിപ്പോയത്? പണ്ട് പള്ളികളിൽ നിറഞ്ഞിരിക്കുന്ന അനുഭവം ഇന്ന് പള്ളികളിൽ വരാൻ താല്പര്യമില്ല. അന്ന് കൂട്ടായ്മയിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം ഇന്ന് കൂട്ടായ്മയ്ക്ക് വരാൻ താല്പര്യമില്ല. കർത്താവേ, എന്ത് സംഭവിച്ചു? അതുകൊണ്ട് പഴയ ആലയത്തെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്ന ഒരു കൂട്ടർ. പക്ഷെങ്കിൽ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ടത് എന്നാണെന്നറിയാവോ? ഇതിന്റെ വിഷയം, ഇതിന്റെ ഇഷ്യൂ, ഒന്നാമത്തെ ഈ നിരാശയുടെ കാരണം കമ്പാരിസൺ. എന്നെ തന്നെ ഞാൻ മറ്റെന്തെങ്കിലുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് നിരാശ തുടങ്ങുന്നത്. അയ്യോ കർത്താവേ, എൻ്റെ കുടുംബം അവരുടെ കുടുംബത്തെ ഓർത്ത് നോക്കുമ്പോൾ അത്രയും വലുതല്ല. ഓക്കെ, നിരാശ. എൻ്റെ സാഹചര്യങ്ങൾ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളുടെ അത്രയും നല്ലതല്ല, നിരാശ. ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവേ, എൻ്റെ വേല അവരുടെ വേലയുടെ അത്രയും വലുതല്ലല്ലോ. എൻ്റെ സഭ അവരുടെ സഭയുടെ അത്രയും വലുതല്ലോ. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ട് 25 പേരെ എനിക്ക് കിട്ടിയുള്ളൂ കർത്താവേ. അവര് കണ്ടോ 3 വർഷമായതേ ഉള്ളൂ, ആയിരക്കണക്കിന് അവരടുത്ത പുതിയ പള്ളി പണിയാൻ തുടങ്ങുക. ഞാൻ എന്ത് ചെയ്യും? നിരാശ. എത്രയൊക്കെ ചെയ്തിട്ട് ഒന്നുമില്ല. കമ്പാരിസൺ. നാം ഒരിക്കലും കമ്പാരിസണിലേക്ക് കടക്കരുത് പ്രിയമുള്ളവരെ. കമ്പാരിസൺ നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്നെ തന്നെ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? പഴയ ആലയത്തിന്റെ അത്രയും വലുതല്ല, പഴയ ആലയത്തിന്റെ മഹത്വമില്ല, പഴയ ആലയത്തിന്റെ ഭംഗിയില്ല, പിന്നെ ഞാൻ എന്തിനാ പണിയുന്നത്? നിരാശ. എന്റെ ശുശ്രൂഷ അത്ര വലുതല്ല, പിന്നെ ഞാൻ എന്തിനാ ശുശ്രൂഷിക്കുന്നത്? ഡസ് ഇറ്റ് ലുക്ക് നത്തിങ് ഇൻ യുവർ ഐസ്? അല്ലയോ? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? ഏതുമില്ല. അതുകൊണ്ട് ഓർത്തോണം പ്രിയമുള്ളവരെ, കമ്പാരിസൺ ഇസ് ഡേഞ്ചറസ്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ചെയ്യാന്നുള്ള ഒറ്റ ജോലിയെ കർത്താവ് എന്നെ ആഗ്രഹിച്ചു. എൻ്റെ ശുശ്രൂഷ എത്ര വലുതാണെന്നോ എത്ര ചെറുതാണെന്നുള്ളത് വിഷയമേ അല്ല. അവസാന നാളുകളിൽ ദൈവം കണക്ക് പുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കണക്കുകൂട്ടലും മനുഷ്യന്റെ കണക്കുകൂട്ടലും വളരെ വ്യത്യാസമാണ്. അപ്പൊ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിച്ച കാര്യം ഞാൻ ചെയ്തോ എന്നുള്ള ഒരൊറ്റ ഉത്തരം ഞാൻ പറഞ്ഞാൽ മതി. എത്ര വലുതായിരുന്നു ചെറുതായിരുന്നു എന്നുള്ളത് വിഷയമേ അല്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന കാലം, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല.
ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും എല്ലാം കാണാം, എല്ലാ സമയവും കാണാം. അപ്പം കർത്താവിന്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് പെട്ടെന്ന് വേറൊരു ശുശ്രൂഷന്റെ ലൈവ് കാണും. അയ്യോ, അവരുടെ മീറ്റിംഗ് കാണും, ഇത്രയും ജനക്കൂട്ടം. ഞാനാണ് ഇത്രയും നാള് ഒരു കോളേജിൽ പോയിട്ട് 3 പിള്ളേരെയാ കിട്ടിയേ. ഞാൻ എന്തിനിത് ചെയ്യണം? ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ശലോമോനെ പോലെ നമുക്ക് പണിയാൻ ഒക്കത്തില്ലല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നാ പണിയണ്ട. ശലോമോന്റെ വെള്ളിയും പൊന്നും നമുക്കില്ലല്ലോ, എന്നാ പിന്നെ പണിയണ്ട. അവൻ പ്രസംഗിക്കുന്ന പോലെ നമുക്ക് ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്നാ പിന്നെ പ്രസംഗിക്കണ്ട. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ കമ്പാരിസൺ ഓൾവേസ് ലീഡ്സ് ടു ഡിസ്കറേജ്മെന്റ്. ദൈവം നമ്മളെ ഒരിക്കലും ഇങ്ങനെ ഒരു കമ്പാരിസണിന് വിളിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല പ്രിയമുള്ളവരെ. ദൈവം ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്താൽ മാത്രം മതി. കാരണം ഞാൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തണം, ഏതുമില്ലാത്തതുപോലെ തോന്നാൻ സാധ്യത ഉണ്ട്, നിരാശ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ജനത്തോട് ദൈവത്തിന് പറയാനുള്ള ദൂത് എന്താണ്? ദൈവത്തിന് പറയാനുള്ള ദൂത് 3 കാര്യങ്ങൾ. 4 മുതൽ 5 വരെ. ഹഗ്ഗായി 2:4 മുതൽ 5 വരെ. ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്നാമത് പറയുന്നത് ബി സ്ട്രോങ്, ധൈര്യപ്പെടുക. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവെ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നിങ്ങൾ ഓർത്തോണം പ്രിയമുള്ളവരെ, കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒന്നാമത്തെ വാക്ക്, സെരുബാബേലെ നീ ധൈര്യപ്പെടുക, യോശുവെ നീ ധൈര്യപ്പെടുക, ജനമേ നിങ്ങൾ ധൈര്യപ്പെടുക. ഇപ്പൊ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരോട് ഇന്ന് ദൈവത്തിന് പറയാനുള്ള കാര്യം 1, നിങ്ങൾ ധൈര്യപ്പെടണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കർത്താവിന്റെ പ്രത്യേകത നല്ല ഇടയനാണല്ലോ. സങ്കീർത്തനം 23, യഹോവ എൻ്റെ ഇടയനാകും. ഇടയന്റെ പ്രത്യേകത ഞാൻ പറയാം. ആടുകളുടെ നേച്ചർ, ആടുകളുടെ ആ ഫ്രെയിം ഇടയന് നല്ലതുപോലെ മനസ്സിലാവും. സ്പീഡിൽ നടക്കാൻ പറ്റുന്നവനെ ഇടയനറിയാം, സ്ലോ ആയിട്ട് നടക്കുന്നവനെ ഇടയനറിയാം. ഈ പെട്ടെന്ന് നിരാശപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ കർത്താവിനറിയാം നിരാശ പിടികൂടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് 3 പ്രാവശ്യം പറയാണ്, നീ ധൈര്യപ്പെടുക, നീ ധൈര്യപ്പെടുക. യോശുവേ ഈ മോശയുടെ കയ്യിൽ നിന്ന് തൻ്റെ ആ വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ യോശുവയ്ക്കാണെങ്കിൽ മുട്ടിടിക്കുകയാണ്. എന്ത് ചെയ്യണം കർത്താവേ, ഞാനൊരു ചെറുപ്പക്കാരനാ, എനിക്ക് ഇത് വലിയ ജനത്തെ എനിക്കൊന്നും ചെയ്യാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എനിക്ക് മോശയുടെ കൃപയില്ല, മോശ ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കാം, ആ ചെറുപ്പക്കാരൻ കടന്നുപോയ വ്യഥ, ടെൻഷൻ എന്തുമാത്രമാണ്. അപ്പോഴെല്ലാം കർത്താവ് എന്ത് പറയുന്നറിയോ? ആവർത്തിച്ചു എന്ന് പറയും, യോശുവേ നീ ഭയപ്പെടരുത്, നീ ഭ്രമിക്കരുത്. യോശുവേ നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. പിന്നെയും ആവർത്തിച്ച് പറയുക. അതിന്റെ കാരണം എന്നാ? നിരാശപ്പെടുന്നവനോട് കർത്താവിന് ഇന്ന് നമ്മളോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യപ്പെടണം, നിങ്ങൾ ധൈര്യപ്പെടണം. ധൈര്യപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വേല ചെയ്, ധൈര്യത്തോടെ നിങ്ങൾ വേല ചെയ്. ഒന്നും നിങ്ങൾ പേടിക്കണ്ട. യു ഗോ ഹെഡ് ആൻഡ് വർക്ക്. അതുകൊണ്ട് എൻ്റെ വേല ചെറുതാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയാം, ധൈര്യത്തോടെ നീ ചെയ്യും, ഈ കണ്ടിന്യൂ ദ വർക്ക്. വേല നിർത്തി വെച്ച ആരെങ്കിലും ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെങ്കിൽ എൻ്റെ ഈ സ്റ്റഡിയൊക്കെ ഈ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്ന മലയാളി മിഷണറിമാരുണ്ട്, അവരൊക്കെ എനിക്ക് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും. സഹോദരന്മാരെ, ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങളോട് പറയാണ്, നിങ്ങൾ വേല നിർത്തരുത്, നിങ്ങൾ ധൈര്യത്തോടെ വേല മുന്നോട്ട് പോവുക. ഗോ ഫോർവേഡ്. ഒന്നും നിർത്തരുത്, ഒന്നും പോസ് ചെയ്യരുത്, ധൈര്യത്തോടെ. അടിസ്ഥാനം നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ അത് പൂർത്തിയാക്കും. ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ നിരാശപ്പെടരുത്, മടങ്ങി വരരുത്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ സ്ട്രോങ്. എന്തുകൊണ്ട്? വൈ ഷുഡ് യു സ്റ്റേ സ്ട്രോങ്? കാരണം 2 കാര്യങ്ങൾ പറയുന്നു. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പീൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് നിങ്ങൾ വേല കണ്ടിന്യൂ ചെയ്യണം? നിങ്ങൾ എന്തുകൊണ്ട് ബലപ്പെടണം? 1, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. 2, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. കർത്താവ് നമ്മളോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണല്ലോ ദൂതൻ വന്ന് പറഞ്ഞ അവൻ ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മോട് കൂടെ. നിങ്ങൾ എങ്ങും പോണ്ട, അവൻ നമ്മോട് കൂടെ. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റാഞ്ഞതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ വന്നു. ഇന്ന് ആ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വിശ്വാസി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്,
കർത്താവ് ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ട്. ദ ലോർഡ് ഈസ് വിത്ത് യു. പ്രിയമുള്ളവരെ, അത് മതി നമുക്ക്. വേറെ എന്തെങ്കിലും വേണോ? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പടക്കൂട്ടം ഇനി എത്ര വലുതാണെങ്കിലും വിഷയമല്ല. എത്ര വലുതാണെങ്കിലും വിഷയമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കുകയേ വേണ്ട. എത്ര പേരുണ്ടെങ്കിലും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ യു ആർ വിത്ത് ഗോഡ് യു ആർ ഓൾവേസ് എ മെജോറിറ്റി. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ തനിയാണെങ്കിലും, നിങ്ങൾ തനിയാണോ നിങ്ങളുടെ സ്കൂളിൽ നിൽക്കുന്നത്, നിങ്ങൾ തനിയാണോ നിങ്ങളുടെ കോളേജിൽ നിൽക്കുന്നത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ തനിയാണോ, കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ഗിദെയോനോട് പറഞ്ഞതുപോലെ, അല്ലയോ പരാക്രമശാലിയെ, വിറച്ച് പേടിച്ച് നിന്ന് മുന്തിരിച്ചക്കിൽ ധാന്യം മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോനോട് ദൈവം പറയാ, അല്ലയോ പരാക്രമശാലി. എന്താ നീ പരാക്രമശാലി? നിന്റെ കഴിവുകൊണ്ടല്ല, യഹോവ നിന്നോടുകൂടെ. യഹോവ നിന്നോടുകൂടെ. അവന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നു. അവന്റെ ആത്മാവിന്റെ ശക്തി എന്താ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിനെ, ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്തോ ആത്മാവെന്നറിയോ? ആ ആത്മാവിന്റെ ശക്തി എന്താണെന്നറിയോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവരെ, നിങ്ങൾ അതുകൊണ്ട് ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, നിരാശപ്പെടരുത്. ബി സ്ട്രോങ്. ധൈര്യത്തോടിരിക്കുക, ബലപ്പെടുക. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ മുന്നേറും. ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒന്ന് കേൾക്കണം. ചിലർ നിങ്ങൾ പറയാം, ഞാൻ കർത്താവിന്റെ വേലയിലല്ല, ഞാൻ കർത്താവിന്റെ വേലക്കാരനല്ല. ഞാൻ വിശ്വസിക്കുന്നത് പറയാം. എല്ലാ വിശ്വാസിയും കർത്താവ് അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ഒരു മിനിസ്ട്രി അവർക്കുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ, സ്പെസിഫിക് മിനിസ്ട്രി എല്ലാവർക്കും ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വിശ്വാസിക്കും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ശുശ്രൂഷ ഉണ്ട്. എനിക്കതിൽ യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശുശ്രൂഷയില്ല. അതുകൊണ്ട് ആ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തമായി, വളരെ ഡെലിബറേറ്റായി അതിനകത്ത് നിങ്ങൾ മുന്നേറണം. എന്താണെന്നുള്ളത് കർത്താവിനോട് ചോദിക്കുക. എവ്രിബഡി ഹാസ് എ വെരി സ്പെസിഫിക് മിനിസ്ട്രി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. എനിക്ക് അതിനൊരു സംശയമില്ല, എല്ലാവർക്കും ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് പോകുവാൻ, ധൈര്യത്തോടെ പോകാൻ. എന്തുകൊണ്ടാണ് വൈ ഷുഡ് ബി മിനിസ്റ്ററി? എന്തുകൊണ്ടാണ് നമ്മൾ മിനിസ്റ്റർ ചെയ്യേണ്ടത്? രണ്ടേ കാര്യങ്ങൾ. കാരണം എന്നാ? അവൻ നമ്മോടുകൂടെ ഉണ്ട്. രണ്ട്, അവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. കഴിഞ്ഞു, ഫിനിഷ്. ഇത്രയേ ഉള്ളൂ. ആർക്കും എല്ലാവർക്കും ആകാം കോടീശ്വരൻ എന്ന് പറഞ്ഞ പോലെ, ഞാൻ ഈയിടെ ഒരു സീരീസ് ചെയ്തു, എല്ലാവർക്കും ആകാം മിഷണറി. എല്ലാവർക്കും ആകാം. ആർക്കാകാൻ പറ്റാത്ത? നിങ്ങളുടെ കർത്താവിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി മിഷണറി. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുക. ഓക്കെ, ഇനി 6 മുതൽ 9 വരെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് കർത്താവ് പറയാ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും കേട്ടോ. അവന്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഹി വിൽ അക്കംപ്ലിഷ്ഡ്. പറയാണ്, നിങ്ങൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഈ പുതിയ ആലയത്തിന്റെ മഹത്വം ഒന്നും ഇല്ലെന്നല്ല നിങ്ങൾ പറയുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേലും വലുതായിരിക്കും. The glory of the latter house will be more than the former. മനസ്സിലായോ? ദൈവം പറയുകയാണ്. എന്നിട്ട് അതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാത്തിനെയും ഇപ്പൊ ഇളക്കി മറിക്കാൻ പോവാം. എല്ലാം, സകലത്തിനെയും, ഞാൻ ഭൂമിയെയും കടലിനെയും കരയെയും എല്ലാം, ഈ പറയുന്ന ഫുൾ കോസ്മോസിനെയും ദൈവം ഇളക്കാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പലതും ഇളകിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതേ വാക്യമാണ് എബ്രായ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 12-ാം അധ്യായത്തിന്റെ 26-ൽ കോട്ട് ചെയ്തേക്കുന്നത് ലേഖകൻ ഇത് തന്നെ, ഈ ഭാഗം തന്നെ. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഈ ഒരൊറ്റ വാക്യമേ കോട്ട് ചെയ്തിട്ടുള്ളൂ പുതിയ നിയമത്തിൽ. അത് എബ്രായ ലേഖനം 12:22. അപ്പോൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? എബ്രായ ലേഖനം പറയുന്നത് ഇളകാത്ത രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, ഈ കാണുന്ന സകലത്തിനെ ഞാൻ ഇളക്കും. അതുകൊണ്ട്
ഈ ഇളകിക്കൊണ്ടിരിക്കുന്നതിൽ ഇളകാത്തൊരു രാജ്യത്തിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവർ, ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാം ഇളകിക്കൊണ്ടിരിക്കുക. ഏഹ് ഞാ ഈ ഞങ്ങളുടെ ദുബായിലുള്ള ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചാനൽ പാർട്ണറിനെ വിളിച്ചു ചോദിച്ചിട്ട്, എന്നാ ഇപ്പോൾ ഓർഡർ കുറവാണല്ലോ. പുള്ളി പറയും, എന്ത് ചെയ്യാനാ, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെങ്കിൽ യു എസിൽ ഒരു പുള്ളി ഉണ്ട്, പുള്ളി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും. പുള്ളി അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആളുകൾ പിന്നെ അതിൻ്റെ പുറകെ പോകും. പിന്നെ കുറച്ച് നാളത്തേക്ക് ഒന്നും തീരുമാനം നമുക്ക് ആക്കാനൊക്കത്തില്ല. പിന്നെ പുള്ളി പറയും, വിസ എല്ലാം ഞാൻ റദ്ദാക്കുക. അതുകൊണ്ട് ഒന്നും നമുക്ക് പറയാനൊക്കുന്നത്, ഇളക്കമുള്ള രാജ്യം. ഈ ലോകത്തെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലായിക്കോണം, ഇതെല്ലാ രാജ്യങ്ങളും ഇളകുന്നതാണ്. എല്ലാം ഇളകും. നിങ്ങൾ ഇനി ഏത് രാജ്യത്തിലാണെന്ന് പറഞ്ഞാലും, എത്ര നല്ല രാജ്യത്തിലാണെന്ന് പറഞ്ഞാലും, എല്ലാം ഇളകുന്ന രാജ്യം. അതുകൊണ്ട് നമുക്ക് ഇളകാത്തൊരു രാജ്യം വരുന്നുണ്ട്, ഇളകാത്ത രാജ്യം. അപ്പൊ കർത്താവ് പറയാ, നീ ചുറ്റും നോക്കും, നീ വലിയ രാജ്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം, ഞാനൊരു ചെറിയ സാധനമാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ചെറിയൊരു രാജ്യമാണ് എന്ന് പറഞ്ഞ് കർത്താവ് പറയാം, എല്ലാത്തിനെയും ഞാൻ ഇളക്കും. അന്നേരം ഇളക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. എന്നിട്ട് എന്താ പറയുന്നത്? അതിന് മുമ്പ് പറയാണ്, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്ഥാപിക്കും. സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ എന്താ വരാൻ പോകുന്നതെന്ന് അറിയോ? ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് വിൽ കം. സകല ജാതികളുടെയും മനോഹര വസ്തു. എന്തോ ഈ സകല ജാതികളുടെയും മനോഹര വസ്തു? അതെന്തുവാ? ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് എന്ന് പറയുന്നത് എന്തുവാ? സകല ജാതികളുടെയും മനോഹര വസ്തു എന്തിനെ കുറിച്ചാ പറയുന്നറിയോ? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ്. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, വിശ്വാസികളായ നമുക്ക് ഒരു കാര്യം അറിയാം. ആ കർത്താവിനെ പോലെ സുന്ദരനായ ഒരുവനുണ്ടോ? അവനെ പോലെ മനോഹരനായ ഒരു വസ്തു വേറെ ഉണ്ടോ? ക്രിസ്തുവിന് തുല്യം ചൊല്ലാൻ വേറെ ഒരുവനുണ്ടോ? ആരെയും എന്തിനേയും കൊണ്ടെന്നാലും, ഞങ്ങൾ ഈ പ്രാവശ്യം ടീംസ് കോൺഫറൻസ് നടത്തിയൊരു ഞങ്ങളുടെ തീം ഇതായിരുന്നു, ജീസസ് ഇസ് ഗ്രേറ്റർ ദാൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ഡോട്ട്സ് ഫില്ല് ചെയ്തു. ജീസസ് ഇസ് ഗ്രേറ്റർ ദാൻ, പിന്നൊന്നും പറയുന്നില്ല. ജീസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ പീപ്പിൾ ആൻഡ് ഓൾ പെർസൂട്ട്സ്. എന്തിനും തുല്യം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, തുല്യം ചൊല്ലാൻ ആരുമില്ല അങ്ങേപ്പോലെ യേശുവെ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ തുല്യം വെക്കാൻ ഒരുവനുമില്ല. വിശ്വാസികൾക്കറിയാം. സോ ഹീസ് ദ ഡിസയർ ഓഫ്. പക്ഷെ ഇതെന്തുവാ? ഡിസയർ ഓഫ് ഓൾ നേഷൻസ്. സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുമ്പോൾ എന്തുവാ? അതിന്റെ കാരണം ഇതാണ് പ്രിയമുള്ളവരെ, ദ വേൾഡ് ഇസ് ഓൾസോ ലുക്കിംഗ് ഫോർ ജീസസ്. ഈ ലോകവും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? യേശുവിന്. പക്ഷെ പ്രശ്നം എന്താ? ദേ ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് തിങ് ഇൻ ദ റോങ് പ്ലേസസ്. അതാണ് പറ്റുന്നത്. ഇന്നത്തെ യൗവനക്കാർ അതിന്റെ പുറകിലും ഇതിന്റെ പുറകിലും ഒക്കെ പോകുമ്പോൾ അവരെന്തിന്റെ പുറകെ? അവരുടെ ഉള്ള ദാഹിക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ക്രിസ്തുവിന് വേണ്ടി, സകല ജാതികളുടെ മനോഹര വസ്തുവിന് വേണ്ടി അവരുടെ ഉള്ള് കാംക്ഷിക്കുന്നത്. പക്ഷെ അവരത് നോക്കുന്നതും വേറെ സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ദാഹം ശമിക്കുന്നില്ല. യേശു ക്രിസ്തു ശമരിയ സ്ത്രീയോട് പറഞ്ഞ പോലെ, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെയും വീണ്ടും ദാഹിക്കും. പല വെള്ളങ്ങളുടെ പുറകിലും പോകുന്നു, ജീവജലത്തിന്റെ ഉറവയായ ക്രിസ്തുവിന്റെ പുറകിൽ വരുന്നില്ല. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വാട്ട് ദേ ആർ ആക്ച്വലി പെർസൂയിങ് ഇസ് ക്രൈസ്റ്റ്, ബട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ ഇറ്റ് ഇൻ ദ റോങ് പ്ലേസസ്. അതാണ് സകല ജനത്തിന്റെയും മനോഹര വസ്തു. അതുകൊണ്ട് കർത്താവ് പറയാ, നിങ്ങൾ പേടിക്കണ്ട, ശലോമോന്റെ അത്രയും വെള്ളിയും പൊന്നും നിങ്ങൾക്കില്ല, അതുകൊണ്ട് വലിയ ആലയം നിങ്ങൾക്ക് പണിയാൻ പറ്റുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നില്ലേ? അപ്പോൾ ഞാൻ പറയാണ്, കർത്താവ് പറയാണ്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് കർത്താവിന്റെ വേല ഒരിക്കലും റിസോഴ്സസ് കാരണം മുടങ്ങത്തില്ല. ഒരിക്കലും, അയ്യോ ഞങ്ങൾക്ക് പണമില്ലാഞ്ഞതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല. ഒരിക്കലും വരത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഹഡ്സൺ ടൈലർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് റിസോഴ്സസ്. ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ വിൽ നെവർ ലാക്ക് ഗോഡ്സ് റിസോഴ്സസ്. അത് ഹഡ്സൺ ടൈലർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവ് ആഗ്രഹിക്കുന്ന വേല ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് അത്രയും പണവും നമുക്ക് ചിന്തിക്കും, ഇതൊക്കെ കിട്ടിയാലേ നടക്കത്തുള്ളൂ എന്ന്. ചിലപ്പോൾ കർത്താവ് പറയും, ഇതൊന്നും വേണ്ട, കാരണം അതൊക്കെ കിട്ടിയാൽ നീ വേറെ എന്തെങ്കിലുമൊക്കെ പണിയും, അതുകൊണ്ട് അതില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഗോഡ് നോസ് ദ സിൽവർ ആൻഡ് ഗോൾഡ് ഇസ് മൈൻ. അതെല്ലാം കർത്താവിന്റെ ആണെന്ന് കർത്താവ് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് പറയാണ്, ഇനിയും വരാൻ പോകുന്ന ആലയം, ഈ പറയുന്നത്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ദ ഗ്ലോറി ഓഫ് ദ ലാറ്റർ. ഇന്ന് ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, കേട്ടോ, ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഞാനൊരു കാര്യം പറയാം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും.
അതെന്നാ പറയാൻ കാരണം? ആ ഒരു പാട്ടുകാരൻ പ്രകാരം പാടി, ഈ ദേഹം കെട്ടുപോകിലും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? മരണത്തിലൊക്കെ ഈ ദേഹം കെട്ടുപോകും പോലും കർത്തൻ കാഹളനാദത്തിങ്കൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ശരീരം ദ്രവിച്ചു പോയാലും കർത്തന്റെ കാഹളനാദത്തിൽ എനിക്ക് പുതിയൊരു ശരീരം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, കീമോയിലൂടെ കടന്നു പോകുന്നു, ക്യാൻസറിലൂടെ കടന്നു പോകുന്നു, അവസാനത്തെ സ്റ്റേജ്. പ്രിയമുള്ളവരെ ഇന്ന് ശ്രദ്ധിച്ചോണം, ഈ ദേഹം കെട്ടുപോകിലും അമർത്യമായൊരു ശരീരം, തേജസ്സുള്ള ശരീരം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഹഗായി പ്രവാചകൻ പറഞ്ഞതുപോലെ എനിക്കും പറയാം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിനും വലുതായിരിക്കും. ദാറ്റ് ഇസ് ദ ഇറ്റേണൽ ഹോപ്പ് ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ നിത്യമായ പ്രത്യാശയാണിത്. ചുറ്റും നോക്കുമ്പോൾ എൻ്റെ കർത്താവേ, എന്തൊക്കെ പ്രശ്നങ്ങൾ! ആ പ്രശ്നം, രാജ്യത്തിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ശരീരത്തിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, മക്കൾ പ്രശ്നം, എല്ലാം പ്രശ്നം. പക്ഷെങ്കിൽ ഈ പ്രശ്നത്തിന്റെ ഇടയിലെല്ലാം ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. അതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ആർ ഇറ്റേണലി ഓപ്റ്റിമിസ്റ്റിക്. എത്ര മോശമായ ലോകം പോയാലും നമുക്കറിയാം, ഒരു ദിവസം ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ്, സകല ജാതികളുടെ മനോഹര വസ്തു, അവനൊരിക്കൽ രാജാതി രാജാവായി വാഴുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാറ്റ് GPT എടുത്ത് പെട്ടെന്നൊരു പിക്ചർ ഉണ്ടാക്കി. അപ്പം ശലോമോന്റെ ടെമ്പിൾ ഇടത്തെ വശത്ത്, ഹഗ്ഗായുടെ ആലയം വലത്തെ വശത്ത്. നമുക്ക് കണ്ടാൽ അറിയാം, ഡയമെൻഷൻസ് ഒക്കെ ഏകദേശം സെയിം ആണെങ്കിലും ഇതിന്റെ മനോഹാരിതയൊന്നുമില്ല. അതിന്റെ എന്താ പറയണ്ടേ, സ്വർണവും അതിന്റെ ബ്യൂട്ടിഫുൾ ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് മറ്റേ ആലയം കണ്ടവർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാണും, ഇതെന്തോ കോഴിക്കോടാണോ നിങ്ങൾ പണിയുന്നതെന്ന് എന്ന് ചിന്തിച്ച് കാണും. ഞാൻ അറിയത്തില്ല നമുക്ക് എന്തോ അവർ ചിന്തിച്ചത്, അതുകൊണ്ട് അവർ കരഞ്ഞത്. എന്നാൽ കർത്താവ് പറയുക, ഈ ആലയത്തിന്റെ മഹത്വം പിന്നത്തേതിലും മനോഹരമായിരിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഹഗ്ഗായി ജീവിച്ചിട്ട് ഇപ്പോൾ ഒരു 2500 വർഷം കഴിഞ്ഞു. ചോദ്യം ഇതാണ്, ഹഗ്ഗായി പണിത ആലയം ശലോമോന്റെ ആലയത്തെക്കാൾ മനോഹരമായിരുന്നോ? അതിന്റെ മഹത്വം വലുതായിരുന്നോ? ഒറ്റ നോട്ടത്തിൽ എന്നോട് ചോദിച്ചാൽ, ഈ പടം നോക്കിയിട്ട് നിങ്ങൾ പറയും ഒരിക്കലുമല്ല, അല്ലേ? നിങ്ങൾ അങ്ങനല്ലേ പറയുന്നത്? എന്നാൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഹെരോദാവ് വന്ന് ഇത് മുഴുവൻ അങ്ങ് റീമോഡൽ ചെയ്തു. ഈ ആലയം വളരെ മനോഹരമാക്കി. അത് പുറമേ ഉള്ള ഭംഗി അത് വിട്ടുകള. ഞാൻ ചോദിക്കട്ടെ, ഹഗ്ഗായി പണിത ആലയത്തിലാണ് യേശു ക്രിസ്തു കടന്നു വന്നത്, അല്ലേ? ശലോമോൻ പണിതു, മനോഹരമായ ആലയം പണിതു, ശരിയാണ്. പക്ഷെ ആ ആലയത്തിൽ ക്രിസ്തു വന്നില്ല. ഏത് ആലയത്തിലാണ് ക്രിസ്തു വന്നത്? യേശു ക്രിസ്തു നടന്നു കയറിയത് ഹഗ്ഗായി പണിത ആലയത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, when Jesus walks in, everything becomes more glorious than before. യേശു ക്രിസ്തു നടന്നിട്ടുണ്ടെങ്കിൽ, കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പിന്നത്തെ മഹത്വം മുമ്പത്തേക്കാൾ വലുതായിരിക്കും. അപ്പോൾ പ്രിയമുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം ആദ്യത്തേനേക്കാൾ വലുതായിരിക്കും. ഈ യേശു ക്രിസ്തു എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പലത്തേക്കാൾ വലുതായിരിക്കും. ഇത് ഗിവൺ ഫാക്റ്റ് ആണ്. ഒരു പാട്ടുകാരൻ ഇപ്രകാരം ഒരു ഇംഗ്ലീഷ് പാട്ട് എഴുതി, എവറിത്തിങ് ചേഞ്ചസ് വെൻ ജീസസ് വാക്ക്ഡ് ഇൻ. ക്രിസ്തു നടന്നു വന്നു കഴിഞ്ഞപ്പോൾ സകലതും മാറിപ്പോയി. അന്ധനായ ബർത്തിമയുടെ മുമ്പിലൂടെ ക്രിസ്തു ഒന്ന് നടന്നു പോയതേ ഉള്ളൂ, അന്ധന് കാഴ്ച ലഭിച്ചു. ക്രിസ്തു കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു എവിടെയെങ്കിലും കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ, ആ സ്ഥലത്തിന്റെ മഹത്വം മുമ്പത്തേതിലും വലുതായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തു കടന്നു വരാൻ സാധിക്കട്ടെ. രണ്ട്, അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ക്രിസ്തു കടന്നു പോയാൽ, യേശു ക്രിസ്തു ആ ആലയത്തെക്കുറിച്ച് പറഞ്ഞ എന്നാന്നറിയാവോ? ശിഷ്യന്മാരോട് പറഞ്ഞു, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കത്തില്ല. ഇനി എത്ര വലിയ ആലയമാണെങ്കിലും, എത്ര മനോഹരമായി പണിതാലും, ക്രിസ്തു അവിടുന്ന് നടന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തു ഒരു ജീവിതത്തിന്റെ പുറത്ത് ഇറങ്ങിപ്പോയാൽ, നീ ഏത് വലിയ ആളാന്ന് പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കത്തില്ല. ക്രിസ്തു ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ,
കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ശലോമോന്റെ ആലയത്തിൽ പെട്ടെന്ന് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിപ്പോയി. അപ്പോൾ ഫിനഹാസിന്റെ ഭാര്യ അന്ന് പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി, അപ്പോൾ കരഞ്ഞോണ്ട് പറയുകയാണ്, ഈഖാബോധ് എന്ന് പറഞ്ഞാൽ തേജസ് നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിസാസ്റ്റർ ക്രിസ്തു ഇറങ്ങിപ്പോയാൽ, ദ ബിഗസ്റ്റ് ഡിസാസ്റ്റർ. ഇന്ന് വലിയ കെട്ടിടങ്ങളുണ്ട്, ദൈവമഹത്വം ഇല്ലാത്തതിന്റെ കാരണം ക്രിസ്തു ഇറങ്ങിപ്പോയത് കൊണ്ടാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു വന്നാൽ, ഇഫ് ജീസസ് വാക്സ് ഇൻ, എവറിത്തിങ് ബിക്കംസ് മോർ ഗ്ലോറിയസ് ദാൻ ദ ഫോം. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? കർത്താവ് ഇനി അടുത്തത് എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ ആകാംക്ഷയോടെയാണ് ജീവിക്കേണ്ടത്. അല്ലാതെ അയ്യോ നാളെ എന്താകും, അയ്യോ എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല, ഇപ്പൊ എല്ലാം വളരെ മോശമാണ്, ശുശ്രൂഷയുള്ളവർ, ആളുകളൊന്നും അങ്ങോട്ട് ആ മോഡലിലല്ല ഒരു വിശ്വാസി വർക്ക് ചെയ്യേണ്ടത്. ഒരു വിശ്വാസി വർക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഓർത്തോണം, ഗോഡ് ഹാസ് സംതിങ് ഗ്രേറ്റർ ഇൻ സ്റ്റോർ. എപ്പോഴും ഗോഡ് ഇസ് ഓൾവേസ് ഹാവിങ് സംതിങ് ഗ്രേറ്റർ ഇൻ സ്റ്റോർ. എനിക്കും എൻ്റെ ആത്മീയ ജീവിതത്തിലും, എൻ്റെ ജീവിതത്തിലും, എൻ്റെ ഭവനത്തിലും, എൻ്റെ ശുശ്രൂഷയിലും, എൻ്റെ ജോലിയിൽ, ഗോഡ് ഹാസ് സംതിങ് ഗ്രേറ്റർ. ആ ഒരു മോഡിൽ വേണം എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ. പക്ഷെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദ ഗ്ലോറി വെൻ ജീസസ് ഹിംസെൽഫ് വിൽ ബി ഓൺ ദ ത്രോൺ. 1000 ആണ്ട് സംവത്സരത്തിൽ ആ സിംഹാസനത്തിൽ ക്രിസ്തു തന്നെ ഇരിക്കുമ്പോൾ ഇതുപോലെ മഹത്വം നിറഞ്ഞ ഒരു ഭാഗം, ഒരു സ്ഥലം ആരും കാണത്തില്ല. അതിനെക്കുറിച്ചാണ്. അപ്പം ഞാൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രോഫസി, അതായത് പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ടെലിസ്കോപ്പിക് പ്രോഫസി എന്ന് ഞാൻ പറഞ്ഞൊരു പദം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു മലയുടെ അടുത്ത് ചെല്ലുന്തോറും യു വിൽ സീ ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞതുപോലെ, ഹഗ്ഗായി പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ശരിയാണ്, ക്രിസ്തുവിന്റെ കാലത്തിന്റെ അതിൽ ഒരു ചെറിയ ഭാഗം സംഭവിച്ചു. എന്നാൽ അതിന്റെ ആത്യന്തികമായി നമ്മൾ കാണാൻ പോകുന്നത് 1000 ആണ്ട് സംവത്സരത്തിൽ ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരിക്കും. ഇനിയും ഒരു ചോദ്യം, കർത്താവ് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആരോടാ ചോദിക്കുന്നത്? ആലയത്തിലെ പുരോഹിതന്മാരോട്. ഹഗായി 2:10-14, 10 മുതൽ 14 വരെ. ദാര്യാവേശിന്റെ 2-ാം ആണ്ട് 9-ാം മാസം 24-ാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ തന്റെ വസ്ത്രത്തിന്റെ കൊന്തലക്കൽ വിശുദ്ധ മാംസം വഹിച്ചു ആ കൊന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? അതിന് പുരോഹിതന്മാർ ഇല്ല എന്നുത്തരം പറഞ്ഞു. എന്നാൽ ഹഗായി, ശബത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചു. അതിന് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. അതിന് ഹഗായി ഉത്തരം പറഞ്ഞതെന്നാൽ, അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിൽ ആകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ, അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധം തന്നെ. ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊരു ഇച്ചിരി ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, അശുദ്ധമായ ഒരു സാധനത്തെ തൊട്ടിട്ട്, പഴയ നിയമ പുതിയ നിയമ, അശുദ്ധമായ ഒരു സാധനത്തെ തൊട്ടിട്ട് വിശുദ്ധമായ ഒരു സാധനത്തെ തൊട്ടാൽ അത് അശുദ്ധമാകുമോ? ആകും. പിന്നെ കർത്താവ് ചോദിക്കുക, വിശുദ്ധമായ ഒരു സാധനത്തെ തൊട്ടിട്ട് അശുദ്ധമായ സാധനത്തെ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ? ഇല്ല. അതെന്തൊരു പരിപാടി? അപ്പോൾ കർത്താവ് പറയാ, നിങ്ങൾ ധൈര്യത്തോടെ ആലയം പണിയണം, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പക്ഷെങ്കിൽ വ്യവസ്ഥയുണ്ട്, എല്ലാവർക്കും ഒന്നും ഇത് പണിയാനൊക്കത്തില്ല, ആർക്കെങ്കിലും ഇത് പണിയാനൊക്കത്തില്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കാനൊക്കത്തില്ല ഇത് ആരാ പണിയാൻ പോകുന്നതെന്ന്. ദൈവത്തിന്റെ ആലയം പണിയുമ്പോൾ കരങ്ങൾ വിശുദ്ധമായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ആലയം പണിയാൻ തുടങ്ങി. ശരിയാണ്, ഹഗായി പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആലയം പണിയണം, ഓക്കെ, പണിയാൻ തുടങ്ങി. പക്ഷെ ഇതിനകത്ത് പ്രശ്നം, നിങ്ങൾ ഇരുമാനസരാണ്, നിങ്ങൾ ഹാഫ് ഹാർട്ടഡ് ആണ്. കർത്താവിന്റെ വേലയിൽ നിങ്ങളുടെ ഹൃദയം മുഴുവനില്ല. നിങ്ങൾക്ക് കുറച്ചിവിടെയും കുറച്ചവിടെയും, നിങ്ങളുടെ ഹൃദയം എല്ലായിടത്തും ഡിസ്ട്രാക്റ്റഡ് ആണ്. എന്നിട്ട് പറയുന്നത്, ഇംപ്യൂരിറ്റി ഈസ് മോർ കണ്ടേജിയസ് ദാൻ പ്യൂരിറ്റി. അശുദ്ധമായതാണ് ശുദ്ധമായതിനെ കാട്ടിലും കൂടുതൽ പടരപ്പെടുന്നത്. അതല്ലയോ? ഇപ്പം നിങ്ങൾക്കറിയാം, സ്കൂളിൽ ഒരു ഗ്യാങ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഇച്ചിരി തരികിട ഗ്യാങ്.
പിള്ളേരെ വഷളാക്കാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. എന്നാൽ വേറൊരു ഗ്യാങ് ഉണ്ടെന്ന് വിചാരിച്ചു, കർത്താവിനോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുകയും വളരെ ശുദ്ധിയോടെ നടക്കുന്ന മോറലി അപ്രൈറ്റ് ആയിട്ടൊരു ഗ്യാങ്, അവരുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഇതിനെക്കാട്ടിലും കുറവായിരിക്കും, അല്ലയോ? അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മോശമായ രീതികളിലേക്ക് നമ്മളെ വലിച്ചഴിക്കുന്ന ഇൻഫ്ലുവൻസസിന് നമ്മുടെ മേൽ ഭയങ്കര പവറാണ്. എന്നാൽ നല്ല രീതിയിലേക്ക്, അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു ചെയറിന്റെ മണ്ടയ്ക്ക് കയറി നിന്നാൽ നിങ്ങൾ എന്നെ താഴേക്ക് വലിക്കുന്നതാണോ ഞാൻ നിങ്ങളെ ഉയരത്തിലേക്ക് വലിക്കുന്നതാണോ എളുപ്പം? ഏതാണ് എളുപ്പം? നിങ്ങൾക്ക് എന്നെ താഴേക്ക് വലിക്കുന്നതാണ് എളുപ്പം. ഇതാണ് ലോകത്തിന്റെ വ്യവസ്ഥ. കാരണം ദിസ് വേൾഡ് ഈസ് ഗവേൺ ബൈ ലോകം, ജഡം, പിശാച്. ഇതിന് നമ്മളെ താഴേക്ക് വലിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് മോശമായ കൂട്ടുകെട്ടിലേക്ക് പിള്ളേർക്ക് പോകാൻ ഭയങ്കര എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി. ഇംപ്യൂരിറ്റി ഈസ് ഓൾവേസ് മോർ കണ്ടേജിയസ് ദാൻ പ്യൂരിറ്റി. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം കോവിഡ് ഉള്ള ഒരാൾക്ക് കോവിഡ് കൊടുക്കാൻ എളുപ്പമല്ലേ? കോവിഡ് ഇല്ലാത്ത ഒരാൾ കോവിഡ് ഉള്ള ആളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് സൗഖ്യം വരുമോ? വരത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായ? ഇപ്പൊ കോവിഡ് ഇല്ലാത്ത ഒരാൾ ചെന്നിട്ട്, നല്ല ആരോഗ്യമുള്ള ഒരാൾ ചെന്ന് കോവിഡ് ഉള്ള ഒരാളുടെ അടുക്ക ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് സൗഖ്യം വരുമോ? വരത്തില്ല. പുള്ളിക്കൂടെ കോവിഡ് പിടിക്കും. ഇതാണ് അശുദ്ധിയുടെ പ്രത്യേകത. അപ്പോൾ അതുപോലെ തന്നെ ദൈവം പറയാണ്, നിങ്ങൾ വലിയ ഇപ്പം പണിയൊക്കെ ആരംഭിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് തിരിച്ച് വാഗ്ദത്ത ദേശത്ത് വരണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷെ നിങ്ങൾ വരാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തില്ല. യുവർ ഹാർട്ട് ഇസ് നോട്ട് ഇൻ ഇറ്റ്. നിങ്ങളുടെ ഹൃദയം വേറെ എവിടെയോ, നിങ്ങളുടെ പ്രയോറിറ്റീസ് വേറെയാണ്, നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് വേറെ കാര്യങ്ങൾക്കാണ്, നിങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഇംപ്യൂർ ഹാർട്ട് വിൽ മേക്ക് ദ വർക്ക് ഡൺ ഫോർ ദ ലോർഡ് ഇംപ്യൂർ. ഞാനിനി എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയാണെങ്കിൽ എൻ്റെ കൈയുടെ പ്രവൃത്തി അശുദ്ധമായി. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അതൊരു വലിയ, ഇത് ഞാൻ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇരുന്ന് ധ്യാനിച്ചു. ഇത് നേരത്തെ എഴുതിയതാണെങ്കിൽ ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ശക്തമായി ഇടപെട്ടു. എന്നോട് പറഞ്ഞു, ചെറി, ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷെങ്കിൽ ഹൃദയത്തിൽ അശുദ്ധി, ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം അശുദ്ധമാണ്. ഞാനത് കുറച്ചു നേരം ഇരുന്നപ്പോൾ ഞാൻ ഞെട്ടിയിരുന്നു എൻ്റെ സീറ്റിൽ. കാരണം എൻ്റെ ഹൃദയത്തിന്റെ ശുദ്ധി കർത്താവ് അറിയുന്നു, മനുഷ്യരറിയത്തില്ല, നിങ്ങൾ ആരും അറിയത്തില്ല, അല്ലേ? എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ ക്രിസ്തു അറിയുന്നു. എൻ്റെ നിഗൂഢതകൾ കർത്താവ് അറിയുന്നു. സകലവും നഗ്നവും മനോഹരമായ അവന്റെ മുമ്പിൽ ഇരിക്കുന്നു, അല്ലേ? ഞാനിനി എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും കർത്താവ് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയത്തില്ല. നിന്റെ കൈയുടെ പ്രവൃത്തിയും അശുദ്ധമാണെന്നേ പറയത്തുള്ളൂ. അത് നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ കർത്താവിന് എന്നാ പിന്നെ ചെയ്തേക്കാമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയശുദ്ധമല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എൻ്റെ വേല അശുദ്ധമാണ്. അത് നമ്മളെ ഒന്ന് സോബർ ചെയ്യട്ടെ എന്ന് ഞാൻ പറയാണ്. ഇറ്റ് ഈസ് സോ ബേസിക്കലി എന്താണ് കർത്താവ് പറയുന്നത്? ഹോളി വർക്ക് റിക്വയർസ് ഹോളി ലൈഫ്സ്. വിശുദ്ധമായ വേലയ്ക്ക് വിശുദ്ധമായ ജീവിതം വേണം. നമ്മുടെ മേലുള്ള കോളിംഗ് എത്ര വലുതാ പ്രിയമുള്ളവർ. ഇറ്റ്സ് എ വെരി ഹൈ ബെഞ്ച് മാർക്ക്, വെരി ഹൈ ബെഞ്ച് മാർക്ക്. ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഓർക്കും, അവരെല്ലാം ക്രിസ്തുവിനെല്ലാം പ്രസംഗിക്കട്ടെ, എന്നാ പ്രസംഗിച്ചോട്ടെ. കർത്താവിന്റെ മുമ്പിൽ അശുദ്ധമായ വേലയാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആട്ടെ, ഇതെല്ലാം കർത്താവ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, എന്നാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ഇന്നു മുതൽ 15 മുതൽ 19 വരെ. ആകയാൽ നിങ്ങൾ ഇന്നു തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചുകൊള്ളുവീൻ. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തൻ 50 മാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു കുറവാ. മുമ്പ് പറഞ്ഞ പോലെ കൂലിക്കാരന്റെ ഓട്ടക്കീശിയിൽ ഇട്ട അനുഭവം. എന്ത് ചെയ്താലും ഒന്നുമില്ലാത്ത ഒരു അനുഭവം. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിലും ദണ്ഡിപ്പിച്ചു. അപ്പൊ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് ആണല്ലോ, ദൈവം ആരെയും ദണ്ഡിപ്പിക്കത്തില്ല. ഗോഡ് ഡസ് നോട്ട്. അപ്പൊ ഹഗായിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മായ്ച്ചു കളയണം, അത് ഇറേസ് ചെയ്ത് കളയണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു തിയോളജിയിലേക്ക് നമുക്ക് വരാൻ ഒക്കത്തുള്ളൂ. ഗോഡ് വിൽ നെവർ ഡു ഇറ്റ് എന്നൊക്കെ പറയുന്നവരുണ്ട്.
എങ്കിലും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവീൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവീൻ. ഒരു ഡേറ്റ് കർത്താവ് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടിട്ട് പറയാ, വീഞ്ഞും ഇനിയും കളപ്പുരകളിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരയും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ ഇത് ഇവിടെ പ്രിയമുള്ളവരെ നമുക്കൊരു നല്ല പാഠമുണ്ട്. എന്താണെന്നറിയാമോ? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുഡ് തിങ്സ് ആർ ബാഡ് ഇഫ് ദേ പ്രിവെന്റ് us ഫ്രം ദ ബെസ്റ്റ്. ഏത് നന്മയും തിന്മയാകും ദൈവം ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് നിന്ന് നമ്മളെ മറച്ചു വെച്ചാൽ. എത്ര വലിയ അനുഗ്രഹവും ശാപമായി മാറും എപ്പോഴാ? ദൈവം ആഗ്രഹിക്കുന്ന വഴിക്ക് അത് തടസ്സമായി നിൽക്കുമ്പോൾ. അത് മനസ്സിലാക്കണം. ഇന്നത്തെ തിയോളജി പറയുന്നു, ഇല്ല, അവൻ നന്മയാണ് ചെയ്യുന്നത്, ശരിയാണ്. അതെന്ത് നന്മയാ? ആത്യന്തികമായ നന്മ അല്ല, ഇന്ന് ഞാൻ കാണുന്ന പോലത്തെ നന്മയല്ല. എനിക്ക് തോന്നുന്നു ഇത് നന്മയാണെന്ന്, പക്ഷെങ്കിൽ ചിലപ്പോൾ ഈ നന്മ എനിക്ക് ലഭിച്ചാൽ അത് വലിയ തിന്മയായി ശാപമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിഫിക്കൽട്ട് ടൈംസ്. പക്ഷെങ്കിൽ ഇവിടെ എന്നാ സംഭവിച്ചേ? ഈ വലിയ പ്രയാസമുള്ള കാലങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടും എന്താ പറയുന്നത്? എങ്കിലും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് പ്രയാസമുള്ള കാലം വന്നതുകൊണ്ട് ആളുകൾ കർത്താവിങ്കിലേക്ക് തിരിയണമെന്നൊന്നുമില്ല. അതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി, അല്ലേ? ഇറ്റ്സ് നോട്ട് എനി ഗ്യാരണ്ടി. പക്ഷെങ്കിൽ ദൈവം പറയാ, നിങ്ങളെ തന്നെ വെടുപ്പാക്കിയത് കൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. ഡേറ്റ് കൊടുത്തു കേട്ടോ, വ്യക്തമായൊരു ഡേറ്റ്. എപ്പോഴാണ് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്? അതൊന്ന് ചിന്തിക്കാം. എപ്പോഴാ? ഒന്ന്, ഞാൻ അനുസരണത്തിൽ നടന്നു തുടങ്ങുമ്പോൾ, കർത്താവ് പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുമ്പോൾ ഇന്നു മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. 2, ഞാൻ ദൈവത്തെയും അവന്റെ ആലയത്തിനും 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ അന്ന് മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. 3, ദൈവത്തിന്റെ വിശുദ്ധമായ വേല വിശുദ്ധിയുള്ള കൈകളോടെ ഞാൻ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരു കാര്യം മനസ്സിലാക്കണം. ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് us. ദൈവത്തിന് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അത് ഏത് വിധത്തിലുള്ള അനുഗ്രഹമാണ്? ഞാൻ അനുസരണത്തിൽ നടക്കണം, ദൈവത്തിൻ്റെ ആലയത്തിന് മുൻഗണന കൊടുക്കണം, ദൈവത്തിൻ്റെ വേല വിശുദ്ധമായി ഞാൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഹഗ്ഗായി പ്രവാചകന്റെ വചനത്തോട് പ്രതികരിച്ച ജനത്തോട് ദൈവം പറയാണ്, നിങ്ങൾ എന്ന് തീരുമാനിച്ചു ഇതിന് അടിസ്ഥാനമിടാൻ? നിങ്ങൾ എന്ന് തീരുമാനിച്ചു ഇത് വേല തുടങ്ങാൻ? നിങ്ങൾ എന്ന് കർത്താവിൻ്റെ ഭവനത്തിന് മുൻഗണന കൊടുക്കാൻ തീരുമാനിച്ച ആ ദിവസം മുതൽ, അനുസരണത്തിൽ ജീവിക്കാൻ തീരുമാനിച്ച ദിവസം മുതൽ, വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിച്ച ദിവസം മുതൽ എന്താ പറയുന്നത്? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? നിന്റെ അനുഗ്രഹത്താൽ ദാവീദിന്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ലോർഡ്, ബൈ യുവർ ബ്ലെസ്സിങ് ദ ഹൗസ് ഓഫ് ഡേവിഡ് ഇസ് ബ്ലെസ്ഡ്. അതുകൊണ്ട് ഈ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി. ഗോഡ് വാണ്ട്സ് ടു ബ്ലെസ് us. അവസാനം എന്താണ്? ഗോഡ് തൻ്റെ പരമാധികാരം ഒന്ന് ഉറപ്പാക്കുക. ഹഗ്ഗായി 2:20 മുതൽ 22, 20-22. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായതെന്നാൽ, അതേ ദിവസമാണ് കേട്ടോ 2-ാമത്തെ പ്രാവശ്യം. നീ യഹൂദ ദേശാധിപതിയായ സെരുബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെ ഇളക്കും. മുമ്പേ കേട്ടതുപോലെ ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചിടുകയും കുതിരകളെയും പുറത്ത് കയറി ഓടിക്കുന്നവരെ ഓരോരുത്തൻ താൻ്റെ സഹോദരന്റെ വാളിനാൽ വീഴും. കർത്താവ് പറയാം, ഞാൻ എല്ലാത്തിനെയും ഇളക്കും. നിങ്ങൾ ചുറ്റും നോക്കിയിട്ട് പറയാം, ഞങ്ങളുടെ രാജ്യം ചെറുതാണ്. അവരൊക്കെ വലിയ വലിയ രാജ്യങ്ങൾ. കർത്താവ് പറയാം, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. അവിടെ വലിയ രാജാക്കന്മാരുണ്ട്, അവരെ എല്ലാ സിംഹാസനങ്ങളൊക്കെ ഞാൻ തള്ളിയിടും. എന്താ അതിൻ്റെ ദൂത് ഒന്ന് മാത്രം, അവർ ഗോഡ് റെയിൻസ്. നമ്മുടെ കർത്താവ് വാഴുന്നു, അവനാണ് വാഴുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചപ്പോൾ, ഇളകാത്ത രാജ്യം, കുലുങ്ങാത്ത സിംഹാസനം, അതിന് ഒരുവൻ മാത്രം, അത് ക്രിസ്തു. ഇന്നും പ്രിയമുള്ളവരെ, മനുഷ്യരുടെ എല്ലാ വ്യവസ്ഥകളും, മനുഷ്യരുടെ എല്ലാ പരിപാടികളുടെ മുകളിൽ നമ്മുടെ ദൈവം വാഴുന്നു. അത് നമുക്ക് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞ എന്താ? ഒരു ദിവസം വരുന്നു, ഇളകാത്ത സിംഹാസനം. ആ സിംഹാസനത്തിൽ ഞാൻ എൻ്റെ രാജാവിനെ എന്നേക്കും വാഴിക്കും.
എന്റെ രാജാവിനെ. ദാവീദിന് കൊടുത്ത വാഗ്ദത്തമാ. നിങ്ങൾ നോക്കുമ്പോൾ അയ്യോ പെട്ടെന്ന് നിങ്ങൾ പ്രവാസത്തിൽ പോകുന്നു, പിന്നെ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇന്നൊന്ന് നോക്കിയേ, ആ ഗസ കഴിഞ്ഞു, പിന്നെ ഇറാനായി, പിന്നെ ആ പ്രശ്നമായി, ഈ പ്രശ്നം, പല പല പ്രശ്നങ്ങൾ. പക്ഷെങ്കിൽ ഇതെല്ലാം ഇളകുന്ന രാജ്യമാ. ഇളകാത്ത രാജ്യം ഇനി വരുന്ന രാജ്യം, കർത്താവിന്റെ പുതിയ യെരൂശലേമിൽ ഇളകാത്ത രാജ്യം. അന്ന് അവൻ അവന്റെ രാജാവിനെ എന്നേക്കുമായി വാഴിക്കും. പിന്നെ ആ സിംഹാസനത്തെ മറിച്ചിടാൻ സാധിക്കത്തില്ല. അവസാനത്തെ വാക്യം, അന്നാളിൽ എന്നാ അവന്റെ രാജാവിനെ വാഴിക്കുന്നത്. ഇത് ഒരുപാട് ആ, ബൈബിൾ പണ്ഡിതന്മാരെ കുഴപ്പിച്ച ഭാഗമാണ്. അന്നാളിൽ എന്നാ ഈ കർത്താവിനെ വാഴിച്ചു കഴിയുമ്പോൾ, കർത്താവ് യുഗായുഗം വാഴുന്ന ആ ഒരു അവസ്ഥയിൽ, അതായത് 1000 ആണ്ട് സംവത്സരം, അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി സെരുബ്ബാബേലിന്റെ മകനായ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്താ പറയുന്നതെന്നറിയാമോ? അവിടെ സെരുബ്ബാബേലിനോട് പറയാം, സെരുബ്ബാബേലേ, നീ ഈ പണിയുന്നത് വെറുതെ ഒന്നുമല്ല. അന്നാളിൽ ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരമാക്കും. ഐ വിൽ മേക്ക് യു മൈ സിഗ്നറ്ററി. മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവം പറയുന്നത് പോലെ പറയാനുള്ള അധികാരം. സിഗ്നറ്റ്, അതിനാണ് സിഗ്നറ്ററി അല്ലെ? നമ്മൾ പറയത്തില്ലേ ഓതറൈസ്ഡ് സിഗ്നറ്ററി എന്ന് പറഞ്ഞാൽ, ഓതറൈസ്ഡ് സിഗ്നറ്ററി അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ദ സെയിം പവർ ഓഫ് ദ വൺ ഹു സെൻസ് യു. സെരുബ്ബാബേലിനോട് പറയാം, സെരുബ്ബാബേലേ, നിന്റെ കൈകൾ ശക്തമായിരിക്കണം. കാരണം എന്നാ? ദർ ഇസ് വൺ ഡേ ദാറ്റ് ഇസ് കമ്മിങ്. അന്ന് ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം ആക്കും. മുദ്രമോതിരമാക്കും. സെരുബ്ബാബേലേ, നീ ക്ഷീണിക്കരുത്, നീ വിഷമിക്കരുത്. ഇനിയും വരുന്ന ആലയമുണ്ടല്ലോ, അതിന്റെ മഹത്വമൊക്കെ ഈ ശലോമോന്റെ ആലയം ഒന്നും കാണത്തില്ല. അതിനെക്കാട്ടിലും. കാരണം എന്നാ? ജാതികളുടെ മനോഹര വസ്തു അതിന്റെ നടുവിൽ ഇരിക്കുകയാണ്. അന്ന് ഞാൻ നിന്നെ എൻ്റെ മോതിരം ആക്കും. സെരുബ്ബാബേല് ദാവീദിന്റെ വംശത്തിൽ നിന്ന് വന്നവനാ, പക്ഷെ രാജാവാകാൻ ഒക്കത്തില്ല. കാരണം എന്നാ? കർത്താവ് യെഹോയാക്കീനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഗ്രാൻഡ് ഫാദർ, സെരുബ്ബാബേലിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് യെഹോയാക്കീന. അദ്ദേഹം ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവം യെഹോയാക്കീനോട് പറഞ്ഞു, നിന്റെ സന്തതിയിൽ ഒരുത്തം പോലും സിംഹാസനത്തിൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വേറൊരു ജീനിയോളജി. പക്ഷെങ്കിൽ ഈ യെഹോയാക്കീനോട് ഇതെല്ലാം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു നിന്റെ ഒരുത്തം പോലും ഇരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് സെരുബ്ബാബേൽ കൊച്ചുമകനോട് പറയുക, നിന്നെ ഞാൻ എൻ്റെ മോതിരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എൻ്റെ വലിയ വലിയ അപ്പച്ചന്റെ ശാപത്തിന്റെ കീഴിൽ ഞാൻ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ വലിയ അപ്പച്ചൻ ആരും ആയിക്കൊള്ളട്ടെ, ഡസൻ മാറ്റർ. ഞാൻ ഇന്ന് കർത്താവിന്റെ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ തൻ്റെ മുദ്രമോതിരമാക്കും. അതാണ് എൻ്റെ സന്ദേശം. ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ വഴിയിൽ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവന്റെ ആലയം എൻ്റെ ഭവനത്തെക്കാട്ടിലും ഞാൻ വലുതായി ഗണ്യമാക്കിയാൽ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് എന്നെ തൻ്റെ മോതിരം ആക്കും. ഗോഡ് ഇസ് റിവേഴ്സിങ് ഇറ്റ്. കർത്താവ് പറഞ്ഞത് തെറ്റിക്കത്തില്ല. കാരണം ആ സിംഹാസനത്തിൽ വേറെ ഒരുവൻ ഇരിക്കത്തില്ല, ഇനി ക്രിസ്തു വരുന്നത് വരെ ഒരുവൻ ഇരിക്കത്തില്ല. അത് ശരിയാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സെരുബ്ബാബേലിനെ ദൈവം തള്ളിക്കളയുമോ? ഇല്ല. കർത്താവ് പറയാ, ഞാൻ നിന്നെ എൻ്റെ മുദ്രമോതിരം ആക്കും. എന്താ പറഞ്ഞ? ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യെരമ്യാവിന്റെ ഈ ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യെരമ്യാവ് 22 24 മുതൽ 26 വരെ. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകത്തുള്ളൂ. ജെറമായ 22, 24 to 26. ഇതെന്നാ ഹഗായൊക്കെ വരുന്നു. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായ യഹൂദ രാജാവായ കോന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. അപ്പൊ വല്യപ്പച്ചനോട് പറഞ്ഞു, നീ ഒരു മുദ്രമോതിരമാണെങ്കിലും ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞ് കളയും. ഞാൻ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും കൽദേയരുടെ കയ്യിലും തന്നെ. അപ്പൊ ബാബിലോണിയ പ്രവാസം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കാരണം, നിന്റെയൊക്കെ പാപം നിമിത്തം, നിന്റെയൊക്കെ അധർമ്മം നിമിത്തം നീ ഇനി എൻ്റെ കയ്യിലെ മുദ്രമോതിരമാണെങ്കിലും ഞാൻ നിന്നെ വലിച്ചെറിഞ്ഞ് കളയും. ഒരുത്തം പോലും ഇനി സിംഹാസനത്തിൽ ഇരിക്കത്തില്ല.
എന്നാൽ കൊച്ചുമോൻ കർത്താവിന്റെ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് കൊച്ചുമോൻ പറയുക, കർത്താവെ, എൻ്റെ വല്യപ്പച്ചൻ നടന്ന വഴിയിലൊന്നും ഞാൻ നടക്കത്തില്ല. ഞാൻ നിന്റെ ഭവനം പണിയാൻ ഒരുങ്ങിയിരിക്കുക. ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. കർത്താവെ, നീ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സെരുബാബേലിനോട്, ഗവർണറാണ്, ഇസ്രായേലിന്റെ ഗവർണറാണ്, കർത്താവ് എന്നാ പറഞ്ഞെന്നറിയോ? ഞാൻ നിന്നെ മുദ്രമോതിരം ആക്കും. എന്ത് വല്യപ്പച്ചന്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് മാറ്റിക്കളഞ്ഞോ അത് കൊച്ചുമകന്റെ കയ്യിലേക്ക് കർത്താവ് കൊടുക്കും. അതുകൊണ്ട് ദൈവം എന്നോട് നിങ്ങളോട് പറയാ, ഐ ഹാവ് ചോസൺ യു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ ഓർത്തല്ലോ, എന്താണ് നമുക്ക് പറ്റിയത്? നമ്മെ അവൻ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ ദത്തെടുത്തു, അവൻ നമ്മെ എന്താണ് ചെയ്തിരിക്കുന്നത്? അവനോട് കൂടെ, യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ് നാം. നമ്മെ അവൻ ഒരു മുദ്രമോതിരം ആക്കി. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ സെരുബാബേലിന്റെ പേര് അവിടെ ഉണ്ട്. അറിയോ? സെരുബാബേലിന്റെ പേര് അവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ വല്യപ്പച്ചനായി സെരുബാബേൽ അവിടെ. ഏറ്റവും വലിയ ഭാഗ്യം യേശു ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയായി അവിടെ സെരുബാബേൽ നിൽക്കുന്നു. അപ്പോൾ ഇന്ന് കർത്താവിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്: ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ. ശാപത്തിന്റെ കീഴിൽ ജീവിക്കേണ്ട കാര്യമില്ല. അയ്യോ, എൻ്റെ പിതാക്കന്മാർ ചെയ്ത മഹാപാപം കാരണം ഞാൻ അതിൻ്റെ കീഴിൽ ജീവിക്കേണ്ട കാര്യമില്ല. അവര് കാണിച്ചു കൂട്ടിയ തെറ്റുകളും അവര് ചെയ്തു കൂട്ടിയ അതിൻ്റെ ഒന്നും കീഴിൽ ഞാൻ ജീവിക്കേണ്ട കാര്യമില്ല. പ്രിയമുള്ളവരെ, എന്താണ് കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത്? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അതിനെന്ത് വേണം? ദൈവത്തിന്റെ ആലയത്തിന് മുൻഗണന കൊടുക്കണം. 2, ദൈവം നമ്മളോടുകൂടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ കർത്താവിന്റെ വേലയിൽ നാം ഉത്സുകരാകണം. 3, ഈ ഉറപ്പ് വേണം. എന്താണ്? ഈ ആലയത്തിന്റെ മഹത്വം പിന്നത്തേതിന്റെ മഹത്വം മുമ്പത്തേതിലും വലുതായിരിക്കും എന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഉറപ്പാണ്. 4, ഉറപ്പാണ്. എന്താണ്? നമ്മുടെ ദൈവം വാഴുന്നു. ഇനി ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ദൈവം വാഴുന്നു. 5, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഷുഡ് ഡു ഹോളി വർക്ക് വിത്ത് ഹോളി ഹാൻഡ്സ്. വിശുദ്ധമായ വേല വിശുദ്ധിയുള്ള കൈകളോടെ നാം ചെയ്യണം. സക്കറിയാവ് 4:9 എന്താ പറയുന്നത്? സക്കറിയാവ് 4:9, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ ഇത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. കേട്ടോ, ഹഗായി പ്രവചനത്തിനകത്ത് ഇല്ലാത്തൊരു വാക്യമാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സെരുബാബേലേ, നിന്റെ കൈകൊണ്ട് നീ ആലയത്തിന് അടിസ്ഥാനം വിട്ടെങ്കിൽ ഈ കൈ കൊണ്ട് തന്നെ ഇത് തീർക്കും. ഇന്ന് കർത്താവിന് എന്നോട് നിങ്ങളോടും പറയാനുള്ളത്, കർത്താവ് എന്നിൽ ആരംഭിച്ച വേല അവൻ തീർക്കും. പാതി വഴി ആരെ ഇട്ടേച്ച് പോകുന്ന പരിപാടി കർത്താവിനില്ല. യുദ്ധം പാതി വഴി ഇട്ടേച്ച് പോകുന്ന ഒരു സേനാധിപനല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നാം മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് മുൻഗണന കൊടുത്താൽ, കർത്താവിന്റെ ഭവനത്തിന് മുൻഗണന കൊടുത്താൽ അവൻ വാഴുന്നു. നമ്മുടെ കൈ അടിസ്ഥാനമിട്ടാൽ നമ്മുടെ കൈ തന്നെ ആ വേല തീർക്കും. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിനോട് പറയാം, കർത്താവെ, മുമ്പേ നിന്റെ രാജ്യം, നിന്റെ നീതി, അതാണ് ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഗൃഹത്തിന്റെ കാര്യം അങ്ങ് നോക്കുമല്ലോ. അതുകൊണ്ട് മുഴുവനായി നിന്റെ കയ്യിലേക്ക് വിശുദ്ധമായ വേല വിശുദ്ധിയുള്ള കൈകളിലൂടെ ചെയ്യുവാൻ ദൈവം നമ്മളെ ഒരുപാട് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ സ്റ്റഡിയിൽ ഞങ്ങളോടുകൂടി ഇരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ബലപ്പെടുത്തിയുണ്ട് സ്തോത്രം. ക്ഷീണിച്ച കരങ്ങളെ ഉറപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഞങ്ങളെ ഉത്സാഹിപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളോടുകൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടല്ലോ. കർത്താവെ, വെള്ളിയും പൊന്നും എനിക്കുള്ളവ എന്ന് പറയുന്നത് കർത്താവാണല്ലോ. കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വേല തികയ്ക്കുവോളം ഒന്നിനും കുറവില്ലാതെ ഞങ്ങളോട് കൂടെ നടക്കുന്ന ഇമ്മാനുവേലെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, നിരാശയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന ഏതെങ്കിലും വിശ്വാസി എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവെ അവരെ ബലപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് അവരോട് കൂടെ ഉണ്ടെന്നും അങ്ങയുടെ ആത്മാവ് അവരിൽ ഉണ്ടെന്നുമുള്ള ഉറപ്പ് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, സെരുബാബേലിനെ പോലെ ഞങ്ങളെ ഒരു മുദ്രമോതിരമാക്കണം. കർത്താവെ, നിന്റെ അധികാരത്തോടെ ഞങ്ങൾ പോകണം. ദാറ്റ് ഇസ് വാട്ട് വി വോണ്ട് ടു ബി, എ സിഗ്നറ്റ് റിംഗ് ഓഫ് ദ ലോർഡ്. കർത്താവെ, നിന്റെ വേല അന്വേഷിക്കുന്നവരും നിന്റെ രാജ്യത്തിന് മുൻഗണന കൊടുക്കുന്നവർക്കും കർത്താവ് കൊടുക്കുന്ന വാഗ്ദത്തമാണല്ലോ, ഞാൻ നിന്നെ മുദ്രമോതിരമാക്കും.
അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഞങ്ങളെയൊക്കെ അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഞങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളെ എടുത്തുപയോഗിക്കണം. അങ്ങയുടെ വരവോളം അങ്ങയുടെ രാജ്യത്തിൻ്റെ കർത്താവെ വ്യാപ്തിക്കായി വേല ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം.